الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ചിട്ടുള്ള അൽ ഖസീദത്തുൽ ലാമിയ്യ എന്ന് പറയുന്ന ചെറു കവിതയാണ് നാം ഈ ദർസിൽ വിശദീകരിക്കാറുള്ളത്. അവസാനമായി നാം വിശദീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നുസൂലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഉഖിറു ബിൽ മീസാനി വൽ ഹൗദി അല്ലദി അർജു ബിഅന്നി മിൻഹു ലിയൻ അൻഹലു. വഉഖിറു, ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു, സംശയലേശമന്യേ ദൃഢമായി ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു, ബിൽ മീസാനി, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവിടെ കർമ്മങ്ങൾ തൂക്കുന്ന മീസാൻ ഉണ്ട്, തുലാസ് ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വൽ ഹൗദിൽ ലദി അർജു ബിഅന്നി മിൻഹു ലിയൻ അൻഹലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ആദരവെന്ന നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹൗദും അതുമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഹൗദിൽ നിന്ന് ദാഹം തീരുവോളം, ദാഹം മാറുവോളം കുടിക്കാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ വരിയിലൂടെ അദ്ദേഹം നമ്മെ അറിയിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, മസ്അലകളാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് മീസാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അൽ മീസാൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ആലത്തുൽ വസ്നി, തൂക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് മീസാൻ എന്ന് പറയുക. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ മീസാനുൽ ഉഖ്റവി, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്ഥാപിക്കുന്ന ഒരു മീസാനുണ്ട്. അതെങ്ങനെയുള്ളതാണ്? അത് വഹുവ മീസാനുൻ ഹഖീഖിയുൻ, അത് യഥാർത്ഥമായും അത് മീസാൻ തന്നെയാണ്. ചില ആളുകൾ, ചില ബിദ്അത്തിന്റെ കക്ഷികൾ അവർ പറഞ്ഞതായി കാണാം, മീസാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഇഖാമത്തുൽ അദ്ൽ, അല്ലാഹു നീതി നടപ്പിലാക്കും എന്നതിനെ അറിയിക്കുന്നത് മാത്രമാണ്, അത് യഥാർത്ഥത്തിൽ മീസാനല്ല എന്ന് അതിനെ ചില ബിദ്അത്തിന്റെ കക്ഷികൾ അതിനർത്ഥം നൽകിയതായി കാണാം. അതല്ലെങ്കിൽ അവർ പറഞ്ഞതായി കാണാം. ലഹു ലിസാനുൻ വ കിഫ്ഫതാൻ, ആ മീസാനിന് രണ്ട് തട്ടുകളുണ്ട്. അതുപോലെ തന്നെ ആ മീസാനിന്റെ തുലാസിന്റെ മധ്യത്തിൽ ഒരു സൂചി ഉണ്ടായിരിക്കുന്നതാണ്. അഥവാ കർമ്മങ്ങളുടെ ഭാരവ്യത്യാസം അത് രേഖപ്പെടുത്താനുള്ള ഒരു സൂചി, അതിനാണ് ലിസാൻ എന്ന് പറയുന്നത്. അപ്പോൾ മീസാനിന് രണ്ട് തട്ടുകളുണ്ട്, അതിന്റെ മധ്യത്തിൽ ഒരു ലിസാനുണ്ട്, ഒരു സൂചിയുണ്ട്. അത് ആ കർമ്മങ്ങളുടെ ഭാരവ്യത്യാസത്തെ അത് അടയാളപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ അവിടുന്ന് സൂചിപ്പിച്ച കാര്യമാണ് മീസാനിന്റെ കാര്യം. അല്ലാഹു പറഞ്ഞു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നത് അത് സത്യമാണ്, അത് ഹഖാണ്. എന്നിട്ട് പറയുന്നു, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെ തുലാസാണോ കനം തൂങ്ങുന്നത് അവരാണ് വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, എന്നാൽ ആരുടെ തുലാസാണോ കനം കുറയുന്നത് അവരാണ് ആത്മനഷ്ടം സംഭവിച്ചു പോയ ആളുകൾ. കാരണം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളോട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അവർ അന്യായം പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ട് അവരുടെ തുലാസ് അത് കനം കുറയുകയും അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമah, ഖിയാമത്ത് നാളിൽ നീതിപൂർണമായ ഒരു തുലാസിനെ നാം സ്ഥാപിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, അപ്പോൾ ഒരാളോടും ഒരു തരത്തിലുള്ള അനീതിയും അന്ന് കാണിക്കപ്പെടുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ഒരു കടുകുമണി തൂക്കം, അത്ര മാത്രം തൂക്കമുള്ള കർമ്മമാണെങ്കിലും നാം അത് കൊണ്ടുവരും. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ഒരു കടുകുമണി തൂക്കമുള്ള അത്രയും നിസ്സാരമായ കാര്യമാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. വകഫാ ബിനാ ഹാസിബീൻ, കണക്ക് നോക്കുവാൻ, കർമ്മങ്ങളെ അതിനെ തൂക്കി നോക്കുവാൻ നാം തന്നെ മതിയായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതാണ്, ആ തുലാസാണ്
സ്വർഗ്ഗക്കാരെയും നരകക്കാരെയും അവരെ വേർതിരിക്കുന്ന കാര്യമാണത്. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയുന്ന അധ്യായമാണ് സൂറത്തുൽ ഖാരിഅ. അതിൽ അല്ലാഹു പറഞ്ഞു, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, ആരുടെ തുലാസാണോ കനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും, അഥവാ അവൻ സ്വർഗ്ഗത്തിലായിരിക്കും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, എന്നാൽ ആരുടെ തുലാസുകളാണോ കനം കുറഞ്ഞത്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം അത് നരകമായിരിക്കും, ഹാവിയയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മീസാൻ അതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മീസാനിനെ കുറിച്ച് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് അങ്ങേയറ്റം എളുപ്പമുള്ള, പറയാൻ എളുപ്പമുള്ള രണ്ട് വാക്കുകളുണ്ട്. സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അങ്ങേയറ്റം ഭാരമുള്ള, കനം തൂങ്ങുന്ന രണ്ട് വാക്കുകളാണത്. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന് അങ്ങേയറ്റം പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ. ഏതാണത്? സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അത്തസ്ബീഹു നിസ്ഫുൽ മീസാൻ, തസ്ബീഹ് സുബ്ഹാനല്ലാഹ് പറയുക, അതല്ലെങ്കിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന ഏത് വാക്കുകളും അത് മീസാനിന്റെ പകുതിയോളം അതിന്റെ ഭാരം വരും. വൽഹംദുലില്ലാഹി യംലഉഹു, അള്ളാഹുവിനെ ഹംദ് പറയുക എന്നുള്ളത് അത് മീസാനിനെ നിറക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ഒട്ടനവധി ഹദീസുകളിൽ മീസാൻ എന്ന കാര്യം അത് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മീസാനിനെ സ്ഥാപിക്കുന്നതാണ്. അതിന് രണ്ട് തട്ടുകളുണ്ട്, അതിന്റെ മധ്യത്തിൽ ഒരു സൂചിയുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാൻ സ്ഥാപിക്കുന്നത്? എപ്പോഴാണ്? അത് ജനങ്ങളുടെ ഹിസാബ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം അക്കാര്യം രേഖപ്പെടുത്തിയതായി കാണാം. കാരണം ആദ്യം എല്ലാവരുടെയും കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കെടുക്കും, അതാണ് ഹിസാബ് എന്ന് പറയുന്നത്. പിന്നീടാണ് അതിനെ തൂക്കി നോക്കുക, അതിനാണ് മീസാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിസാബിന് ശേഷമാണ് മീസാൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ആ മീസാൻ അതിനെക്കുറിച്ച് ഹദീസുകളിൽ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ വന്ന കാര്യങ്ങൾ എന്താണോ അത് നാം വിശ്വസിക്കുക. അതിനപ്പുറമായി അതിനെക്കുറിച്ച്, അതിന്റെ രൂപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത് എങ്ങനെയുള്ള മീസാനാണ്, അത് ഏതിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടത്, അതിന്റെ നിറം എന്താണ്, അതിന്റെ വീതി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഗൈബിയായ കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഗൈബിയായ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൈഫ് എന്ന ചോദ്യം അത് നാം ഒഴിവാക്കേണ്ടതാണ്. ഖബറിൽ ചോദ്യമുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ സൗഖ്യമുണ്ട്. ഇതെല്ലാം സ്വഹീഹായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, അത് ഗൈബിയായ കാര്യമാണ്. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കൈഫ് എന്ന ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ആ മീസാൻ അത് വലിയ അങ്ങേയറ്റം വിശാലമായ മീസാനാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂദഉൽ മീസാനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മീസാൻ തുലാസ് അത് സ്ഥാപിക്കപ്പെടും. എന്നിട്ട് പറയുന്നു, ഫലൗ വുസിനത് ഫീഹി അസ്സമാവാതു വൽ അർദു ലവസിഅത്, ആകാശങ്ങളെയും ഭൂമിയെയും അവയെല്ലാം ആ മീസാനിൽ വെച്ച് തൂക്കിയാൽ പോലും അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് ആ മീസാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നഹു ലയഅതി അർറജുലുൽ അദീമു സമീനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തടിച്ചു കൊഴുത്ത അതുപോലെ വലിയ ഒരു മനുഷ്യനെ ആ മീസാനിലേക്ക് കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് പറയുന്നു, ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, അദ്ദേഹം ആ മീസാനിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും അദ്ദേഹം ഭാരമുണ്ടാവുകയില്ല. അപ്പോൾ അത്രയും വലിയ മനുഷ്യൻ, ആ മനുഷ്യന് ഒരു കൊതുകിന്റെ ആ ചിറകിന്റെ അത്ര പോലും ഭാരമുണ്ടാവുകയില്ല. കൊതുക് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു പ്രാണിയാണ്. ആ കൊതുകിന്റെ അവയവങ്ങളിൽ ഏറ്റവും നിസ്സാരമായ അവയവം എന്ന് പറയുന്നത് അതിന്റെ ചിറകാണ്. ആ ചിറകിന്റെ അത്ര പോലും അദ്ദേഹം ആ വ്യക്തിക്ക് ഭാരമുണ്ടായിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് ഹദീസ് ഉദ്ധരിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇഖ്റഉ, നിങ്ങൾ അതിന് തെളിവായിക്കൊണ്ട് ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊള്ളുക. ഏതാണ് ആയത്ത്? ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അവർക്ക്, അഥവാ കാഫിറുകളായ ആളുകൾക്ക്, സത്യനിഷേധികൾക്ക്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യാതൊരു തൂക്കവും അവർക്ക് നിലനിർത്തുകയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് നിങ്ങൾ അതിന് തെളിവായി ഓതിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇനി ബിദ്അത്തിന്റെ കക്ഷികൾ അൽ മുഅ്തസില, അവർ മീസാനിനെ നിഷേധിക്കുന്നവരാണ്. അവരതിന് പറയുന്ന ഒരു ന്യായം, ഒരു കാരണം എന്താണ്? അവർ പറയുന്നത്, നന്മകളും തിന്മകളും എന്ന് പറയുന്നത്
അതിനൊരു രൂപമില്ല. തൂക്കണമെങ്കിൽ ഒരു രൂപം ആവശ്യമാണ്. അപ്പോൾ രൂപങ്ങളില്ലാത്ത കേവലം ചില കാര്യങ്ങളാണ് നന്മയും തിന്മയും എന്ന് പറയുന്നത്. അവക്ക് ഭൗതികമായ രൂപങ്ങളില്ല. അതുകൊണ്ട് അതിനെ തൂക്കിക്കണക്കാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവർ മീസാനിനെ അവർ നിഷേധിക്കുകയാണ്. നോക്കൂ, അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഗൈബിയായ കാര്യങ്ങളിൽ അവർ ബുദ്ധിയെ ഉപയോഗിക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറഞ്ഞ കാര്യത്തെ അവർ നിഷേധിക്കുകയുമാണ്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്ന കാര്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൂക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിന് രൂപമാറ്റം നടത്തുന്നതാണ്. നമുക്ക് ധാരാളം ഹദീസുകൾ അതിന് തെളിവായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇഖ്റഉസ് സഹ്റാവൈൻ, പ്രകാശപൂർണമായ 2 സൂറത്തുകൾ, അസ്-സഹ്റാവൈൻ, അത് നിങ്ങൾ പാരായണം ചെയ്യുക. ഏതൊക്കെയാണത്? അൽ ബഖറത വസൂറത ആലി ഇംറാൻ, ബഖറയും ആലി ഇംറാനും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാനി ഔ കഅന്നഹുമാ ഗയായതാനി ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ തൈരിൻ സവാഫ്. അവിടുന്ന് പറയുന്നു, ആ 2 സൂറത്തുകൾ നാളെ പരലോകത്ത് 2 മേഘങ്ങളായിക്കൊണ്ട് വരുന്നതാണ്. അതല്ലെങ്കിൽ തണൽ വീഴ്ക്കുന്ന, തണൽ നൽകുന്ന 2 വിധാനങ്ങളായിക്കൊണ്ട് ആ സൂറത്തുകൾ നാളെ വരുന്നതാണ്. അതുമല്ലെങ്കിൽ ചിറകുകൾ വിരിച്ച് പറക്കുന്ന 2 കൂട്ടം, ഒരു കൂട്ടം പക്ഷികളെപ്പോലെ ആ സൂറത്തുകൾ അവിടെ വരുന്നതാണ്. നോക്കൂ, നമ്മൾ ഓതിയ സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആലി ഇംറാനും ആ കർമ്മങ്ങളെ അള്ളാഹു അതിന് രൂപം കൊടുക്കുകയാണ്. അതിനൊരു രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപമാറ്റം കൊടുക്കുക എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എളുപ്പമുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മരണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ കൊണ്ടുവരും. ഒരു ആടിന്റെ രൂപത്തിൽ മരണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ വിളിക്കുകയാണ്. ഫയശ്റഇബൂന വയൻദുറൂൻ, അവർ അവരുടെ തല പുറത്തേക്കിട്ട് നോക്കുകയാണ്. ആ സമയത്ത് ആ വിളിച്ചു പറയുന്ന വ്യക്തി അവർ ചോദിക്കുകയാണ്, ഹൽ തഅരിഫൂന ഹാദാ, നിങ്ങൾക്കിതറിയുമോ? ഫയഖൂലൂന നഅം ഹാദൽ മൗത്ത്, ഞങ്ങൾക്കറിയാം, ഇത് മരണമാണ്. വകുല്ലുഹും ഖദ് റആഹു, അവരെല്ലാവരും മരണത്തെ കണ്ടിട്ടുണ്ട്, മുമ്പ് മരണം ആസ്വദിച്ചവരാണ്, മരണം രുചിച്ചവരാണ് അവരെല്ലാവരും. പിന്നീട് ആ വ്യക്തി വീണ്ടും വിളിക്കുകയാണ്, യാ അഹ്ലൻ നാർ, നരകവാസികളെ വിളിക്കുന്നു. അങ്ങനെ അവരും അത് വിളി കേട്ടുകൊണ്ട് അവർ പുറത്തേക്ക് വരികയാണ്. അവരോടും ചോദിക്കും, നിങ്ങൾക്ക് ഇതിനെ അറിയുമോ? അവരും പറയും, ഞങ്ങൾക്കറിയാം, അത് മരണമാണ്. അവരെല്ലാവരും അതിനെ കണ്ടവരാണ്. അങ്ങനെ അതാ ഫയുസ്ബഹു, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മധ്യേ വെച്ച് ആ മരണത്തെ അള്ളാഹു ഒരു ആടിന്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിനെ അറുക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗവാസികളെ, ഖുലൂദുൻ ഫലാ മൗത്ത്, ഇനി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ജീവിതമാണ്, ഇനി മരണമില്ല. അതുപോലെ തന്നെ വയാ അഹ്ലൻ നാർ, നരകവാസികളെ വിളിച്ചു പറയുന്നു, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾക്കും ഇനി എന്നേക്കുമുള്ള ജീവിതമാണ്, നിത്യവാസമാണ് നിങ്ങൾക്ക്, ഫലാ മൗത്ത്, ഇനി മരണമില്ല. ഇവിടെ നോക്കൂ, മരണം എന്ന് പറയുന്ന ആ കാര്യത്തെ അള്ളാഹു അതിന് രൂപം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന നന്മകൾ, അതുപോലെ തിന്മകൾ, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് രൂപം കൊടുക്കാൻ കഴിയുന്നവനാണ് എന്നാണ് ഇത്തരത്തിലുള്ള ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്മകളും തിന്മകളും അതിന് രൂപങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മീസാനിനെ, തുലാസിനെ നിഷേധിക്കുന്ന മുഅ്തസില വിഭാഗക്കാരുണ്ട്. അവർക്കുള്ള മറുപടികളാണ് ഇത്തരത്തിലുള്ള ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന മറ്റൊരു സംശയമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന് മീസാനിന്റെ ആവശ്യമില്ല, കർമ്മങ്ങൾ തൂക്കി നോക്കാൻ അള്ളാഹുവിന് മീസാനിന്റെ ആവശ്യമില്ല. കാരണം ഓരോ വ്യക്തികളെക്കുറിച്ചും അള്ളാഹുവിന് നന്നായി അറിയാം. അവൻ നരകത്തിലേക്കാണോ പോകേണ്ടത്, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണോ എന്നൊക്കെ അള്ളാഹുവിന് നേരത്തെ അറിയാം. അള്ളാഹു അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് എന്തിനാണ് മീസാനിന്റെ ആവശ്യം എന്ന് സംശയമുന്നയിക്കുന്ന ആളുകൾ കാണാം. പണ്ഡിതന്മാർ മറുപടി പറയുകയാണ്. അവർ പറഞ്ഞു, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മീസാന് സ്ഥാപിക്കുന്നത്? എന്തിനാണ്? അവിടുന്ന് പറഞ്ഞതായി കാണാം, ഹത്താ തഖൂമൽ ഹുജ്ജതു അലൽ ഖൽഖ്, സൃഷ്ടികൾക്ക് അവർക്ക് അള്ളാഹുവിന്റെ മുൻപിൽ യാതൊരു ഒഴിവ് കഴിവും പറയാൻ കഴിയാത്ത വിധം അള്ളാഹു അവരുടെ മേൽ തെളിവ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ മീസാൻ അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ച വ്യക്തി അവൻ പറയുകയില്ല, അന ദഖൽതു ബിഅമലി, ഞാൻ എന്റെ അമൽ കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചതെന്ന് ഒരിക്കലും സ്വർഗത്തിൽ കടന്നവൻ പറയുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, നിങ്ങളിൽ ഒരാളുടെയും അയാളുടെ കർമ്മങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവരാരും കർമ്മങ്ങൾ മാത്രം ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. സഹാബത്ത് റസൂലിനോട് ചോദിക്കുകയാണ്, വല അൻത യാ റസൂലല്ലാഹ്,
റസൂലെ താങ്കളും അങ്ങനെയാണോ? റസൂൽ പറയുന്നു ലാ വല അന, അതെ ഞാനും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്ത് കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ചവൻ ഞാൻ എന്റെ അമല് കൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിച്ചതെന്ന് അവന് പറയാൻ കഴിയുകയില്ല. അത് മീസാനിലൂടെ അവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനക്ക് കാണിച്ചു കൊടുക്കുന്നതിലൂടെ അവനത് പറയാൻ കഴിയുകയില്ല. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ അള്ളാഹുവിന്റെ ഔദാര്യമില്ലാതെ ഒരാൾക്കും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്. എന്താണ് ആയത്ത്? ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. സ്വർഗീയവാസികളോട് അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഈ ആയത്തും നമ്മൾ തൊട്ടു മുൻപ് കേട്ട ഹദീസും അത് പരസ്പരം വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും പണ്ഡിതന്മാർ അതിനെ യോജിപ്പിച്ചതായി കാണാം. നിങ്ങൾ ഒരാളും നിങ്ങളുടെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമലിലുള്ള നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള അതിന് പകരമായി അള്ളാഹു നൽകുന്നതല്ല സ്വർഗം എന്ന് പറയുന്നത്. അതാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ അമലുകൾ കാരണമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ അമലുകൾ അത് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമാണ്. ആ സ്വർഗം ലഭിക്കാനുള്ള അതിനുള്ള പകരമല്ല. നമ്മൾ അമല് ചെയ്യുന്നു, അതിന് പകരമായി സ്വർഗം നമുക്ക് അള്ളാഹു നൽകുന്നു. അങ്ങനെ ഒരു പകരം നൽകുന്ന കാര്യമല്ല, മറിച്ച് അതിനുള്ളൊരു കാരണമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ തൗഫീഖും ഒക്കെ ഉണ്ടെങ്കിൽ ആ അമലുകൾ കാരണമായി നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഈ ആയത്തും ഹദീസുകളുമൊക്കെ ജംഅ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ച വ്യക്തി അവൻ തന്റെ അമലുകൾ കൊണ്ട് മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിച്ചതെന്ന് അവന് പറയുകയില്ല. അതുപോലെ തന്നെ നരകത്തിൽ പ്രവേശിച്ചവൻ അവൻ എന്ത് പറയില്ല? ഖദ് ഉദ്ദിബ്തു ബിഅക്സറ മിമ്മാ അസ്തഹിഖ്, എനിക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ ശിക്ഷ അള്ളാഹു നൽകി എന്നവന് പറയാൻ കഴിയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മീസാനിൽ അവന്റെ നന്മ ചിന്മകളെല്ലാം തൂക്കി കാണിക്കുകയും അതവന്റെ മുൻപിൽ അള്ളാഹു പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവന് അള്ളാഹുവിനോട് അതിനെതിരെ അവന് പറയാൻ കഴിയില്ല. മറിച്ച് ആ സന്ദർഭത്തിൽ അവന്റെ ശരികളെല്ലാം അത് ശരിവെക്കുകയും അവന്റെ തെറ്റുകളെല്ലാം അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റുപറയുകയുമാണ് ചെയ്യുക. യാതൊരു ഒഴിവ് കഴിവും അവനവിടെ ലഭിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാം. സൂറത്തു കഹ്ഫിൽ അള്ളാഹു പറയുന്നു, വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, അവരുടെ കർമ്മങ്ങളുടെ രേഖ അത് വെക്കപ്പെടുമ്പോൾ കുറ്റവാളികളായ ആളുകൾ അവർ ആ രേഖയിലുള്ള കാര്യങ്ങളെപ്പറ്റി അവർ ആകെ ഭയവിഹ്വലരായിക്കൊണ്ട് അവരെ നിനക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവർ പറയുന്നു, വയഖൂലൂൻ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് നാശം, ഇതെന്തൊരു രേഖയാണ്, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഒന്നും തന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. വവജദൂ മാ അമിലൂ ഹാദിറ, അവർ പ്രവർത്തിച്ച തിന്മകളൊക്കെ അവർക്ക് അവരുടെ മുൻപിൽ ഹാജരായ നിലയിൽ അവർക്കത് കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മീസാൻ അതിലൂടെ നന്മ തിന്മകൾ അത് തൂക്കി കണക്കാക്കി അത് പ്രദർശിപ്പിക്കുമ്പോൾ അള്ളാഹു അതിലൂടെ ഒരാളോടും ദുൽമ ചെയ്തിട്ടില്ല എന്നവർക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളായ ആളുകൾ, സത്യനിഷേധികൾ, അവർ ഫഅതറഫൂ ബിദംബിഹിം, അവരവരുടെ കുറ്റങ്ങൾ അവരുടെ തെറ്റുകൾ അവരത് സമ്മതിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിനാണ് മീസാൻ, അള്ളാഹു മീസാൻ സ്ഥാപിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചവൻ അവൻ എന്ത് മനസ്സിലാക്കും? അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചത്. നരകത്തിൽ പ്രവേശിച്ചവനോ അവൻ എന്ത് തിരിച്ചറിയും? അള്ളാഹു ഒരാളോടും ദുൽമ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ നീതി അതവന് മനസ്സിലാകും. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി, ആരെങ്കിലും നന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം ആ പ്രവർത്തിച്ച വ്യക്തിക്ക് തന്നെയാണ്. വമൻ അസാഅ ഫഅലൈഹ, ഇനി തിന്മയാണോ ചെയ്തതെങ്കിലോ അതിന്റെ ദോഷം അത് ചെയ്ത വ്യക്തിക്ക് തന്നെയാണ്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നു, വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, നിന്റെ റബ്ബ് അവന്റെ അടിമകളോട് യാതൊന്നും അനീതി കാണിക്കുന്നവനെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതാണ് മീസാൻ സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള അതിന്റെ ഹിക്മത്തായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം. ഇനി ഈ മീസാനിനെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ രണ്ട് തരക്കാരാണ്. ഒന്നാമത്തെ ആളുകൾ ആ മീസാനെ കളവാക്കുന്നവർ, ആ മീസാന് തന്നെ ഇല്ല, അതെല്ലാം കെട്ടുകഥകളാണ്, അങ്ങനെ ഒരു കാര്യമേ സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതാണ് ഇൻകാറു തക്ദീബിൻ വജുഹൂദ്. ഇങ്ങനെ അതിനെ നിഷേധിക്കുന്ന, അതിനെ കളവാക്കുകയാണെങ്കിൽ
അത്തരത്തിലുള്ള ആളുകൾ അവർ കാഫിറുകളാകുന്നു, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവരെങ്ങനെയാണ്? അവർ മീസാനിനെ നിഷേധിക്കുന്നില്ല. കാരണം ഖുർആനിൽ എത്രയോ സ്ഥലത്ത് അല്ലാഹു മീസാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അല്ലാഹു മീസാൻ, ഖിയാമത്ത് നാളിൽ മീസാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്കിടയിൽ അല്ലാഹു നീതി സ്ഥാപിക്കും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാകുന്ന കാര്യമല്ല, എങ്കിലും അത് വലിയ പിഴവാണ് എന്ന് നാം മനസ്സിലാക്കി വെക്കുക. അടുത്തതായി പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമാണ് മല്ലദി യൂസനു ഫിൽ മീസാൻ. മീസാനിൽ തൂക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ 4 അഭിപ്രായമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം ഇന്നല്ലദി യൂസനു ഹുവൽ അമലു നഫ്സുഹു. മനുഷ്യർ ചെയ്തിട്ടുള്ള അവരുടെ കർമ്മങ്ങൾ, അതാണ് മീസാനിൽ തൂക്കുക. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ആ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും. നമ്മൾ മുമ്പ് പറഞ്ഞു, ആ കർമ്മങ്ങളെ അല്ലാഹു തൂക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുലാസിൽ വെച്ച് തൂക്കുന്നതാണ്. അതിനുള്ള തെളിവാണ് കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. നാവിന് വളരെ ലഘുവായ എളുപ്പമുള്ള 2 വാക്കുകൾ, മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്ന 2 വാക്കുകൾ. ഹബീബതാനി ഇലർ റഹ്മാൻ, അല്ലാഹു റഹ്മാനായ അല്ലാഹുവിന് അങ്ങേയറ്റം പ്രിയപ്പെട്ട 2 വാക്കുകൾ. ഏതാണ്? സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അപ്പോൾ ഈ കർമ്മം അത് മീസാനിൽ തൂക്കപ്പെടുന്നതാണ്. അപ്പോൾ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മീസാനിൽ തൂക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ശൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസൻ. ഖിയാമത്ത് നാളിൽ ഒരു വ്യക്തിയുടെ മീസാനിൽ സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ സൽസ്വഭാവം എന്ന് പറയുന്ന ആ കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഇന്നല്ലദീ യൂസനു ഹുവ സുഹുഫുൽ അഅമാൽ. മീസാനിൽ നാളെ തൂക്കപ്പെടുന്നത് അത് കർമ്മങ്ങൾ എഴുതി വെക്കപ്പെട്ട രേഖകളാണ്. ഈ ഒരു അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരിലേക്കും ഈ ഒരു അഭിപ്രായം ചേർക്കപ്പെട്ടതായി കാണാം. അപ്പോൾ കർമ്മങ്ങൾ എഴുതി വെക്കപ്പെട്ട രേഖകൾ, അവിടെയും പരിഗണിക്കുന്നത് എന്ത് തന്നെയാണ്? അമലുകളാണ്. ആ രേഖകളിലുള്ള അമലുകളാണ് അവിടെയും പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ നന്മയുടെ ഏടുകൾ ഒരു ഭാഗത്തും തിന്മകളുടെ ഏടുകൾ മറ്റൊരു തുലാസിലും അങ്ങനെ തൂക്കപ്പെടും. ഇതിനുള്ള തെളിവായി അവർ പറയുന്നത് ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് കാണാം, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരുടെ മുൻപിലും ആളുകളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും. ഫയുൻശറു ലഹു 99 സിജില്ല കുല്ലു സിജില്ലിൻ മിൻഹാ മദ്ദൽ ബസർ. അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും. അങ്ങനെ അവന്റെ തിന്മയുടെ ഏടുകൾ അവിടെ ഹാജരാക്കപ്പെടുകയാണ്. അവൻ ചെയ്ത തിന്മകളുടെ ഏടുകൾ 99 ഏടുകളുണ്ട്. അതിലെ ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം വിശാലമാണ്. അത്രയും ധാരാളം തെറ്റുകൾ ചെയ്ത, തിന്മകൾ ചെയ്ത ഒരു വ്യക്തിയുടെ അവന്റെ തിന്മകൾ എഴുതിയിട്ടുള്ള ആ സഹായിഫുകൾ, ആ ഏടുകൾ അതവിടെ കൊണ്ടുവരും. എന്നിട്ട് അതൊരു തുലാസിൽ വെക്കും. എന്നിട്ടോ ആ ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയും, എന്റെ പക്കൽ താങ്കളുടെ ഒരു നന്മയുണ്ട്. എന്നിട്ടൊരു കാർഡ് എടുക്കപ്പെടും. ആ കാർഡിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ കാർഡ്, ആ നന്മ എഴുതി വെക്കപ്പെട്ട ആ ഏട് അത് മറ്റേ തുലാസിലും വെക്കും. ആ സന്ദർഭത്തിൽ ആ 99 ഏടുകൾ അത് താഴ്ന്നു പോവുകയും ലാ ഇലാഹ ഇല്ലല്ലയുടെ ഏട് അത് ഉയർന്നു നിൽക്കുകയും ചെയ്യും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ഇവിടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? നന്മകൾ എഴുതി വെക്കപ്പെട്ട, അമലുകൾ എഴുതി വെക്കപ്പെട്ട ഏടുകളും അതും മീസാനിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്നതാണ്. മൂന്നാമത്തെ അഭിപ്രായം അന്നല്ലദീ യൂസനു ഹുവൽ ആമിലു നഫ്സുഹു. അമലുകൾ ചെയ്ത വ്യക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ വെച്ച് തൂക്കുന്നതാണ്. അതിനുള്ള തെളിവായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നാം മുമ്പ് പറഞ്ഞു, തടിച്ചു കൊഴുത്ത വലിയൊരു വ്യക്തിയെ മീസാനിൽ കൊണ്ടുവരപ്പെടും. അദ്ദേഹത്തിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര തൂക്കം പോലും ഉണ്ടാവുകയില്ല. ഇവിടെ ആ വ്യക്തിയെയാണ് തൂക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറാഖിന്റെ മരം അത് കഷ്ണം പറിക്കുന്നതിന് വേണ്ടി മരത്തിന്മേൽ കയറുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ശക്തമായ കാറ്റടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വസ്ത്രം അല്പമൊന്ന് ശരീരത്തിൽ നിന്ന് മാറുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കാലുകൾ സ്വഹാബത്ത് കാണുകയാണ്. അത് നേരിയ കാലുകളായിരുന്നു. ആ സമയത്ത് അവർ ചിരിക്കുകയുണ്ടായി.
ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദിൻ. ഉഹദ് മലയേക്കാൾ ഭാരമുള്ളതായിരിക്കും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 കണങ്കാലുകളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. അപ്പോൾ കർമ്മങ്ങൾ തൂക്കും, കർമ്മങ്ങൾ എഴുതി വെക്കപ്പെട്ട രേഖകൾ തൂക്കും, ആ കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയെയും തൂക്കും. എന്നാൽ നാലാമത്തെ അഭിപ്രായം എന്താണ്? അന്ന ജമീഅ മാ സബഖ യുംകിനു അൻ യൂസൻ. മുമ്പ് പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഒക്കെ ശരിയാണ്. കാരണം എല്ലാത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അമലുകൾ തൂക്കാം, ചിലപ്പോൾ അമലുകൾ ചെയ്ത വ്യക്തിയെ തൂക്കാം, അതുപോലെ അവന്റെ കർമ്മങ്ങൾ ആ ഏടുകൾ അതും തൂക്കാം. ഈ നാലാമത്തെ അഭിപ്രായമാണ് അധിക പണ്ഡിതന്മാരും ശരിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എല്ലാത്തിനും എന്തുണ്ട്? ശരിയായ സഹീഹായ തെളിവുകളുണ്ട്. അവിടെ പണ്ഡിതന്മാർ പ്രത്യേകമായി പറഞ്ഞ കാര്യം കാണാം. എന്ത് തന്നെ തൂക്കിയാലും ഇവിടെ പരിഗണിക്കുന്നത് എന്ത് മാത്രമാണ്? അവന്റെ അമല് മാത്രമാണ്. അവനെ തൂക്കിയാലും അവന്റെ കർമ്മങ്ങൾ തൂക്കിയാലും അവന്റെ കർമ്മങ്ങൾ എഴുതി വെക്കപ്പെട്ട രേഖകൾ തൂക്കിയാലും ഇവിടെ കനം എന്തിനു മാത്രമാണ്? അവന്റെ അമലുകൾക്കാണ്. അമലുകളില്ലെങ്കിൽ, ഈമാനില്ലെങ്കിൽ അവൻ എത്ര തടിച്ചവനായാലും അതുകൊണ്ട് യാതൊരു തൂക്കവും അവന്റെ നന്മയുടെ തുലാസിൽ അതുണ്ടാക്കുകയില്ല എന്നവർ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാം. ഇനി അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, ഈ മീസാനിൽ തൂക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ 3 ഇനങ്ങളായി അവർ തിരിച്ചതായി കാണാം. ഒന്നാമത്തേത് മാ അമിലഹുൽ ഇൻസാൻ. ഒരു വ്യക്തി അവൻ സ്വയം ചെയ്ത കാര്യങ്ങൾ, അത് അവന്റെ ജീവിതകാലത്ത് ചെയ്തതും ഇനി മരണത്തിന് ശേഷം തുടർന്ന് പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളും ഉണ്ടാകും. അതെല്ലാം നാളെ മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതാണ്, അത് തൂക്കുന്നതാണ്. അവന്റെ നമസ്കാരം, അവൻ ചെയ്ത സദഖകൾ, അവന്റെ ഖുർആൻ പാരായണം, അവന്റെ നോമ്പുകൾ, ഇതൊക്കെ അവൻ ജീവിതകാലത്ത് അവൻ ചെയ്ത കാര്യങ്ങളാണ്. അത് നാളെ മീസാനിൽ തൂക്കും. അതുപോലെ അവന്റെ മരണശേഷം അവന് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അവൻ ചെയ്ത സദഖത്തുൻ ജാരിയായ സദഖകൾ, അതിന്റെ പ്രതിഫലവും അതും മീസാനിൽ വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ഉൻ തജ്രി ലിൽ അബ്ദി ബഅദ മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. 7 കാര്യങ്ങൾ അത് അവൻ ഖബറിലായിരിക്കെ അവന്റെ മരണശേഷവും അതിന്റെ പ്രതിഫലങ്ങൾ അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏതൊക്കെയാണ് 7 കാര്യങ്ങൾ? മൻ അല്ലമ ഇൽമ. ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ ആ ഇൽമനുസരിച്ച് ആരൊക്കെ അമൽ ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലം അത് അറിയിച്ചു കൊടുത്തവനുണ്ടാകും. ഔ ഖറ നഹറൻ. അതല്ലെങ്കിൽ ഒരാൾ നദി ഒഴുക്കി നൽകി, അയാൾക്ക് വേണ്ട വെള്ള സൗകര്യം അയാൾക്ക് ഒരുക്കി കൊടുത്തു. ഔ ഹഫറ ബിഅറൻ. അതുപോലെ കിണർ കുഴിച്ചു കൊടുക്കുക. ഔ ഖറസ നഖ്ലൻ. അല്ലെങ്കിൽ മരം നടുക. ഒരാൾ മരം നട്ടു, ആ മരത്തിൽ നിന്ന് ധാരാളം പക്ഷികൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ധാരാളം ആളുകൾ അതിൽ നിന്ന് തണൽ കൊള്ളുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ അയാളുടെ മരണശേഷവും അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഔ ബന മസ്ജിദൻ. ഒരാൾ പള്ളി നിർമ്മിച്ചു. ഔ വറസ മുസ്ഹഫൻ. മുസ്ഹഫ് അനന്തരമായി നൽകി. ഒരാൾ മുസ്ഹഫ് ഹിഫ്ദ് പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം മുസ്ഹഫുകൾ കൊടുത്തു. അങ്ങനെ ആ കുട്ടികൾ അതിൽ പഠിക്കുന്ന കാലത്തോളം ആ മുസ്ഹഫുകൾ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലം ആ മുസ്ഹഫ് അത് വിട്ടേച്ചു പോയ ആളുകൾക്ക്, അത് നൽകിയ ആളുകൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി. അവന്റെ മരണശേഷം അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു മകനെ അവൻ വിട്ടേച്ചു പോയി. അപ്പോൾ മക്കൾ എന്നുള്ളത് അത് നമ്മുടെ സമ്പാദ്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ചെയ്യുന്ന നന്മകളുടെ ഒരു ഓഹരി അത് ആ പിതാക്കൾക്ക് ലഭിക്കും, അവർ ആ നന്മയിൽ ആ കുട്ടികളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് മക്കളെ ചെറുപ്പത്തിലെ നല്ല നിലയിൽ വളർത്തുക എന്നുള്ളതിനും ഈ ഹദീസിൽ നിന്ന് അത്തരത്തിലുള്ള പാഠം ലഭിക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു വ്യക്തി അവന്റെ ജീവിതകാലത്ത് ചെയ്തതും അതുപോലെ മരണത്തിന് ശേഷവും അവന് ഇടമുറിയാതെ ലഭിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്നതാണ്. രണ്ടാമത്തേത് മാ യുഹ്ദാ ഇലൽ ഇൻസാനി മിൻ ഗൈരിഹി ബഅദ മൗതിഹി. ഒരാളുടെ മരണശേഷം മറ്റുള്ളവർ അയാൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യും. അയാൾക്ക് പ്രതിഫലം ലഭിക്കാനായി ചില കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്യും. നമ്മുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, ഉമ്മയുടെ പേരിൽ ദാനം ചെയ്താൽ ആ നന്മയും എവിടെ? മീസാനിൽ അല്ലാഹു തൂക്കും. ഉമ്മയുടെ ഹസനാത്തുകളിൽ അത് വരും. അതുപോലെ ഉപ്പയ്ക്ക് വേണ്ടി ഉംറ ചെയ്യുക, ഹജ്ജ് ചെയ്യുക, അവർക്ക് വേണ്ടി സദഖ ചെയ്യുക. ഇങ്ങനെ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കാനായി മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങളും അതും മീസാനിൽ ലഭിക്കുന്നതാണ്. മൂന്നാമത്തേത് നതീജത്തുൽ മഖാസ, അഥവാ സൃഷ്ടികൾ അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിലുള്ള അവർ പരസ്പരം ചെയ്തിട്ടുള്ള ഉൽമുകൾ ഉണ്ടാകും, അക്രമങ്ങൾ, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ. അതിനൊക്കെ അല്ലാഹു പരസ്പരം എന്ത് വിട്ടും അതങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കലുകൾ, പൊരുത്തപ്പെടിക്കലുകൾ ഉണ്ടാകും. അതെങ്ങനെയാണ്? പരലോകത്തെത്തിയാൽ അവിടെ ദിർഹമുകളോ ദീനാറുകളോ ഒന്നുമില്ല, മറിച്ച് അവിടെ സൽക്കർമ്മങ്ങൾ
കർമ്മങ്ങൾ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഒരു വ്യക്തി മറ്റുള്ളവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവന്റെ കർമ്മങ്ങൾ ആരിലേക്ക് പോകും? ആരെയാണോ അവർ ഉപദ്രവിച്ചത് അവരിലേക്ക് പോകും. ഇനി ഇവന് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിലോ അവന്റെ തിന്മകൾ ഇവന്റെ മേൽ ചാർത്തപ്പെടും. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എവിടെ വരും? മീസാനിൽ തൂക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇനി അടുത്തതായി നതീജത്തുൽ വസ്ൻ. ഇങ്ങനെ തൂക്കിക്കഴിഞ്ഞു, ഇനി അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അത് 3 അവസ്ഥകളാണ് അതിനുള്ളത്. ഒന്നാമത്തേത് ഫിഖലു കിഫ്ഫത്തിൽ ഹസനാത്ത്, നന്മയുടെ തുലാസ് അത് ഭാരം തൂങ്ങുന്നതായിരിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നന്മയുടെ തുലാസ് അത് ഒരു നന്മ മാത്രമാണ്, അത്രമാത്രമാണ് അത് ഭാരം തൂങ്ങിയതെങ്കിലും അവൻ എവിടെയാണ്? അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഒറ്റ നന്മ മാത്രമേ അവന് കൂടുതലായിട്ടുള്ളൂ, എങ്കിലും അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി കാണാം. ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ മീസാനാണോ കനം തൂങ്ങിയത് അവരാകുന്നു യഥാർത്ഥ വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരാൾ അവൻ എന്താണ് ചെയ്യേണ്ടത്? ധാരാളമായി നന്മകൾ ചെയ്യുക. കാരണം അവന്റെ ഏത് കർമ്മമാണ് അള്ളാഹുവിന്റെ പക്കൽ അവനെ രക്ഷപ്പെടുത്തുക എന്നവൻ അറിയില്ല. ചിലപ്പോൾ ഒരു തസ്ബീഹായിരിക്കും, 2 റക്അത്ത് നമസ്കാരമായിരിക്കും, അതല്ലെങ്കിൽ അവൻ ചെയ്ത ചെറിയ ചെറിയ ദാനധർമ്മങ്ങളായിരിക്കും നാളെ പരലോകത്ത് അവനെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് ധാരാളമായി നന്മകളിൽ മുന്നേറുക, അതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, എല്ലാ നന്മകൾക്കും മീസാനിൽ കനമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേക കർമ്മങ്ങൾ അതിന് മീസാനിൽ ധാരാളം ഭാരമുള്ളതായിരിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതുപോലെ? മുമ്പ് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ മീസാനിൽ കനം തൂങ്ങുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വാലിഹായ സന്താനം മരണപ്പെട്ടു, ആ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനവും നാളെ മീസാനിൽ കനം തൂങ്ങുന്നതാണ്. അതുപോലെ തന്നെ സൽ സ്വഭാവം, ഇതൊക്കെ അള്ളാഹുവിന്റെ പക്കൽ മീസാനിൽ കനം തൂങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചതാണ്. അത്തരത്തിലുള്ള ഇബാദത്തുകൾ അത് നാം ധാരാളമായി അനുഷ്ഠിക്കുക. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന കർമ്മം ഏതാണ്? അത് തൗഹീദാണ്. നാം മുമ്പ് പറഞ്ഞു ഹദീസു ബിതാഖ, ഒരു ഏടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഏട് അത് 99 ഏടുകളെ കവച്ചു വെക്കുകയാണ്. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് അത് തൗഹീദാണ്. അപ്പോൾ തൗഹീദ് അതെപ്പോഴും നമ്മൾ പഠിക്കുകയും അതിൽ യാതൊരു വീഴ്ചയും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തേത്, നന്മയുടെ തുലാസ് തൂങ്ങുന്ന ആളുകൾ. രണ്ടാമത്തേത് അൻ തസ്ഖുല കിഫ്ഫത്തു സയ്യിആത്ത്, തിന്മയുടെ തുലാസ് ഭാരം തൂങ്ങുന്ന ആളുകൾ. വ അമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം എവിടെയാണ്? നരകമാണ്. അവർക്ക് നരകം കൊണ്ട് അവർ താക്കീത് നൽകപ്പെട്ട ആളുകളാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നാം ഏറെ ചിന്തിക്കേണ്ട ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നു, വൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാതിഹി, അദ്ദേഹം പറയുകയാണ് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മകളെക്കാൾ കൂടുതലായി അള്ളാഹു ഒന്ന് മാത്രമായി രേഖപ്പെടുത്തുന്ന തിന്മകൾ, ആ തിന്മകൾ അതൊരാളെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഒരാളുടെ ജീവിതത്തിൽ അധികരിക്കുന്നതെങ്കിൽ അവന് അത്തരത്തിലുള്ള ആളുകൾക്ക് നാശമെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. കാരണം അള്ളാഹു നന്മകൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്നത് 10 ആയിട്ടാണ്, തിന്മകൾക്കോ 1 ആണ്. അപ്പോൾ ഈ 10നെ ഒന്ന് മറികടക്കുക എന്നുള്ളത് അത് വളരെ അപകടമാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് നാശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മകളും തിന്മകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സുമ്മ ബയ്യന ദാലിക്, പിന്നീട് എങ്ങനെയാണ് നന്മയുടെയും തിന്മയുടെയും പ്രതിഫലങ്ങൾ അത് രേഖപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹു മലക്കുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന ഉറച്ച തീരുമാനമെടുത്തു, ഫലം യഅമൽഹ, പക്ഷെ അവനത് ചെയ്തില്ല, അത് ചെയ്യാൻ അവന് വല്ല തടസ്സവും ഉണ്ടായി, കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അവനത് ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു അവനൊരു പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹ, ഇനി അവൻ ഉറച്ച തീരുമാനമെടുക്കുകയും ആ നന്മ ചെയ്യുകയുമാണെങ്കിൽ കതബഹ അല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാത്തിൻ ഇലാ 700 ضعف ഇലാ അദ്ആഫിൻ കസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ, അതല്ല അതിലധികവും അല്ലാഹു ഒരു നന്മയ്ക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, എന്നാൽ ഒരാൾ തിന്മ ചെയ്യണമെന്ന തീരുമാനമെടുക്കുകയാണ്, ഉറച്ച തീരുമാനമെടുക്കുകയാണ്, പക്ഷേ ഫലം യഅമൽഹ, അവനത് ചെയ്തില്ല എങ്കിൽ, അവനത് ഉപേക്ഷിച്ചു, കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അങ്ങനെ ആ തിന്മ ചെയ്യാതെ അവൻ അത് ഉപേക്ഷിച്ചാൽ അല്ലാഹു അവനൊരു നന്മ പ്രതിഫലമായി രേഖപ്പെടുത്തും. ഇനിയോ ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹ,
തിന്മ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ആ തിന്മ ചെയ്യുകയും ചെയ്താൽ കതബഹല്ലാഹു ലഹു സയ്യിഅതൻ വാഹിദ, അള്ളാഹു എത്ര രേഖപ്പെടുത്തുന്നത്? ഒറ്റ ഒന്ന് മാത്രമാണ്. അപ്പോൾ തിന്മ ഒഴിവാക്കുക, തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു, എന്നിട്ട് ആ തിന്മ ഒഴിവാക്കി. ആ തിന്മ ഒഴിവാക്കുന്ന ആളുകൾ 3 തരക്കാരാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ആ തിന്മ ഒഴിവാക്കുന്നവർ 3 തരക്കാരായിരിക്കും. ഒന്നാമത്, തിന്മ ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയായിരിക്കും? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മ ഒഴിവാക്കും. തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയൊക്കെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും അങ്ങനെ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെന്താക്കും? ഒരു പ്രതിഫലം രേഖപ്പെടുത്തും ആ തിന്മ ഒഴിവാക്കിയതിന്റെ പേരിൽ. എന്നാൽ രണ്ടാമത്തെ വ്യക്തി, അവൻ തിന്മ ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചു, പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ചിന്ത മാറി, അവൻ മറന്നുപോയി, അവൻ മറവിയിലൊക്കെ പെട്ട് അത് ഒഴിവാക്കി. അവിടെ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കുന്നില്ല. അങ്ങനെ അവൻ ഒഴിവാക്കിയാലോ അവന് കുറ്റവുമില്ല, പ്രതിഫലവുമില്ല. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവൻ തിന്മ ചെയ്യണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ്, അത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ സജ്ജീകരിക്കുകയാണ്, അതിന് മുന്നിടുകയാണ്. പക്ഷേ അതിന്റെ അടുത്തെത്തിയപ്പോൾ എന്തോ ഒരു തടസ്സം അങ്ങുണ്ടായി. അങ്ങനെ അത് ഒഴിവാക്കിയവന് അവൻ അള്ളാഹു നന്മ രേഖപ്പെടുത്തുകയില്ല, മറിച്ച് അവൻ തിന്മ ചെയ്തവനെ പോലെയാണ്. അവന് തിന്മയുടെ കുറ്റം അള്ളാഹു രേഖപ്പെടുത്തും. അതിനുള്ള തെളിവെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ തവാജഹൽ മുസ്ലിമാനി ബിസൈഫൈഹിമ ഫൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. 2 മുസ്ലിമീങ്ങളായ ആളുകൾ അവർ പരസ്പരം വാളുകൊണ്ട് ഏറ്റുമുട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും 2 പേരും നരകത്തിലാണ്. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, കൊന്നവന്റെ കാര്യം നമുക്കറിയാം, കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഫമാ ബാലുൽ മഖ്തൂൽ, എന്നാൽ കൊല്ലപ്പെട്ടവന്റെ കാര്യം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവൻ തന്റെ കൂട്ടുകാരനെ കൊല്ലണമെന്ന് അതിയായി ആഗ്രഹിച്ചവനാണ്, പക്ഷെ അവനത് നടക്കാതെ പോയി എന്നേ ഉള്ളൂ. അവന് തെറ്റ് ചെയ്യാൻ മനസ്സിൽ നന്നായി തീരുമാനിക്കുകയും എന്നിട്ട് എന്തൊക്കെ തടസ്സം നിന്നത് കാരണത്താൽ അത് ഒഴിവാക്കുകയും ചെയ്തവന് അവൻ തെറ്റ് ചെയ്തവനെ പോലെ തന്നെയാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ഇതാണ് നതീജത്തുൽ വസ്ൻ, നമ്മുടെ കർമ്മങ്ങൾ തൂക്കിയതിനു ശേഷം രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഏതാണ്? തിന്മകളുടെ തുലാസ് തൂങ്ങുന്ന ആളുകൾ. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? തസാവി അൽ കിഫതൈൻ, 2 തുലാസുകളും ഒരുപോലെയായവർ, നന്മയും തിന്മയും അത് ഒരുപോലെയായ ആളുകൾ ഉണ്ടാകും. അത്തരക്കാരെയാണ് അഹ്ലുൽ അഅറാഫ്, അഅറാഫിന്റെ ആളുകൾ എന്ന് പറയാറുള്ളത്. സഹാബത്തിൽ നിന്നൊക്കെ ഈ കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്താണ് അഅറാഫ് എന്ന് പറഞ്ഞാൽ? മുർതഫഉൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗ്ഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു ഉയർന്ന സ്ഥലമാണത്. യഖിഫു അലൈഹി ഹൗലാ മുദ്ദതൻ യശാഉഹ അല്ലാഹ്, ഈ നന്മകളും തിന്മകളും സമമായവർ, തുല്യമായ ആളുകൾ, അവർ അവിടെ അള്ളാഹു എത്ര കാലമാണോ ഉദ്ദേശിക്കുന്നത് അത്ര കാലം അവർ അവിടെ നിൽക്കും. എന്നിട്ട് അള്ളാഹു അവരോട് പറയും, ഉദ്ഖുലുൽ ജന്ന ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ഇനി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾക്കൊന്നും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കാരണം അള്ളാഹുവിന്റെ റഹ്മത്താണ് അവരുടെ കോപത്തെക്കാൾ മുന്നിട്ടിരിക്കുന്നത്. അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുകയും അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മീസാനുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പാഠങ്ങൾ. രണ്ടാമത്തെ കാര്യം അൽ ഹൗദ്, ഹൗദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന കാര്യമാണ് ഹൗദ് എന്ന് പറയുന്നത്. ഹൗദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി എന്താണ് അർത്ഥം? മജ്മഉൽ മാ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, വെള്ളം സംഭരിച്ചു വെക്കുന്നത്. നമ്മൾ പള്ളിയിലൊക്കെ എന്ന് പറയും, പള്ളിയിൽ ഹൗദ് ഉണ്ട് എന്ന് പറയും, അത് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഹൗദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ ഒഴുകുന്നില്ല, ഒരു സ്ഥലത്ത് സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ ആദരവായി അവിടുന്ന് ഹൗദ് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആ ഹൗദിൽ നിന്ന് കുടിക്കുന്നതാണ്. ചില ആളുകൾക്ക് ആ ഹൗദിൽ നിന്ന് തടയപ്പെടും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹൗദിന്റെ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാളിൽ ഹൗദ് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസുകൾ അത് മുതവാത്തിറായ ഹദീസുകളാണ്. അഥവാ ഒരിക്കലും കളവിന് സാധ്യതയില്ലാത്ത വിധം ധാരാളം സഹാബത്ത് നബിയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്, സഹാബത്തിൽ നിന്ന് ധാരാളം താബിഈങ്ങൾ ഉദ്ധരിച്ചവരാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് അൽ അഹാദീസുൽ മുതവാത്തിറ എന്ന് പറയുക. 40ഓളം സഹാബത്ത്, ചില പണ്ഡിതന്മാർ 50ഓളം സഹാബത്ത് റസൂലിന്റെ ഹൗദിനെ കുറിച്ചുള്ള ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാം. അതിൽ ബഹുഭൂരിപക്ഷം ഹദീസുകളും ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും അവരുടെ സ്വഹീഹുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി പണ്ഡിതന്മാർ പറയുന്നു, അന്ന ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഹൗദുകളുണ്ട്. ഒന്നാമത്തേത് ലഹു ഹൗദുൻ ഫി ദുനിയ, നബിക്ക് ദുനിയാവിൽ ഒരു ഹൗദുണ്ട്. വലഹു ഹൗദുൻ ഫിൽ ആഖിറ,
ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ഹൗദുണ്ട്. എന്നിട്ട് പറയുന്നു, മൻ ശരിബ മിൻ ഹൗദിഹി ഫി ദുനിയ ശരിബ മിൻ ഹൗദിഹി ഫിൽ ആഖിറ. നബിയുടെ ദുനിയാവിലെ ഈ ഹൗദിൽ നിന്ന് ആ വെള്ളം കുടിച്ച ആളുകൾക്ക് നാളെ ആഖിറത്തിലുള്ള ഹൗദിൽ നിന്നും വെള്ളം കുടിക്കാം. ഏതാണ് ദുനിയാവിലെ ഹൗദ് എന്ന് പറയുന്നത്? വഹുവ സുന്നതുഹു, അത് നബിയുടെ സുന്നത്താണ്. അപ്പോൾ നബിയുടെ സുന്നത്ത് അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ആ സുന്നത്തിന്റെ വക്താക്കളായി ജീവിക്കുകയും അതിൽ മരണപ്പെടുകയും ചെയ്ത ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിശ്ചയിച്ച ഹൗദിൽ നിന്ന് അവിടെ നിന്ന് കുടിക്കാൻ കഴിയുന്നതാണ്. അതിൽ ജനങ്ങൾ പല വിഭാഗക്കാരാണ്. ചില ആളുകൾ ആ ഹൗദിൽ നിന്ന് തടയപ്പെടും. ചില ആളുകൾക്ക് അതിൽ നിന്ന് കുറച്ച് കുടിക്കാൻ കഴിയും. ചില ആളുകൾ അവർ ധാരാളമായി അതിൽ നിന്ന് കുടിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദരവായി അല്ലാഹു നൽകുന്ന ആ ഹൗദ് അത് അല്ലാഹു സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹൗദുണ്ട് എന്നുള്ളതാണ് ശരിയായ വിശ്വാസം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം. അവിടുന്ന് മരണപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് മിമ്പറിൽ കയറിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഹൗദിൽ ആദ്യമായി എത്തുന്നവൻ ഞാനായിരിക്കും. എന്നിട്ട് അവിടുന്ന് മിമ്പറിൽ വെച്ച് പറയുന്നു, ഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദി അൽആൻ, തീർച്ചയായും ഞാൻ എന്റെ ഹൗദിനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഹൗദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരിയായ വിശ്വാസം. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, ഹാദാ തസ്രീഹുൻ ബിഅന്ന അൽ-ഹൗദ ഹൗദുൻ ഹഖീഖിയ്യുൻ അലാ ളാഹിരിഹി. ഹൗദ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായ ഹൗദ് തന്നെയാണ്. അതുപോലെ തന്നെ വഅന്നഹു മഖ്ലൂഖുൻ മൗജൂദിൻ അൽ-യൗം, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് ഇന്ന് നിലവിലുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹൗദിന്റെ ചില വിശേഷണങ്ങൾ, അതിന്റെ ചില പ്രത്യേകതകൾ അത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി അതിന്റെ നീളമെത്രയാണ്, അതിന്റെ വലിപ്പം എത്രയാണ്? അവിടുന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അർദുഹു മിസ്ലു തൂലിഹി, അതിന്റെ നീളം എന്ന് പറയുന്നത്, അതിന്റെ വീതി എന്ന് പറയുന്നത് അതിന്റെ നീളം പോലെയാണ്. അഥവാ നീളവും വീതിയും അത് തുല്യമാണ്, അഥവാ സമചതുരമായിരിക്കും. എന്നിട്ട് പറയുന്നു ബൈന അമ്മാന ഇലാ ഐല, രണ്ട് സ്ഥലപ്പേരുകളാണ്. അമ്മാൻ മുതൽ ഐല വരെ, അതാണ് അതിന്റെ വഴിദൂരം. മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്ന ഖദ്റ ഹൗദി കമാ ബൈന ഐലത വസൻആ മിനൽ യമൻ, ഐലയും അതുപോലെ യമനിലുള്ള സൻആഉം അതിന്റെ ഇടയിലുള്ള വഴിദൂരമാണ്, അത്രയാണ് എന്റെ ഹൗദിന്റെ ദൂരം. മറ്റൊരിക്കൽ പറഞ്ഞു, ഹൗദുഹു മാ ബൈന സൻആ വൽ മദീന, മദീനയുടെയും സൻആഇന്റെയും ഇടയിലുള്ള വഴിദൂരം, അതാണ് എന്റെ ഹൗദിന്റെ ദൂരമെന്ന് പറഞ്ഞതായി കാണാം. ഇവിടെ പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? അത് ചോദ്യകർത്താവിന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രണ്ട് സ്ഥലങ്ങളായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, ഹൗദി മസീറത്തു ശഹ്രിൻ, എന്റെ ഹൗദിന്റെ അതിന്റെ വലുപ്പം അത് ഒരു മാസം വഴിദൂരം സഞ്ചരിക്കാനുള്ള അത്രയും ദൂരമുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം. ആ ഹൗദിലെ വെള്ളം എങ്ങനെയാണ്? റസൂലുള്ളാഹി പറയുന്നു, മാഉഹു അബിയദു മിനൽ ലബൻ, പാലിനേക്കാൾ വെളുപ്പാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമാണ്. അതിലെ പാത്രങ്ങളെ പറ്റി റസൂലുള്ളാഹി പറയുന്നു, വകീസാനുഹു കനുജൂമിസ് സമ, അതിൽ കോരിക്കുടിക്കാനുള്ള പാനപാത്രങ്ങൾ അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ്, അഥവാ അത്രയും എണ്ണമുണ്ട്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര ധാരാളമുണ്ട്. ഒരിക്കൽ അബൂ ദർർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്, മാ ആനിയത്തുൽ ഹൗദ്, ആ ഹൗദിലെ പാത്രങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ലആനിയതുഹു അക്സറു മിൻ അദദി നുജൂമിസ് സമാഇ വകവാകിബിഹാ, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും അതിലെ ഗ്രഹങ്ങളെക്കാളും ഒക്കെ അധികമുണ്ട് അതിലെ പാത്രങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അല ഫിൽ ലൈലത്തിൽ മുദ്ലിമത്തിൽ മുസ്ഹിയ, മേഘങ്ങളില്ലാത്ത ഇരുട്ടുള്ള രാത്രിയിൽ ധാരാളം നക്ഷത്രങ്ങളെ കാണും. അതിനേക്കാൾ അധികം പാത്രങ്ങൾ ആ ഹൗദിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിക്കൽ പറഞ്ഞു, തുറാ ഫീഹി അബാരീഖുൽ ദഹബി വൽ ഫിദ്ദ, ആകാശത്തിലെ കഅദദി നുജൂമിസ് സമ, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് തുല്യമായി സ്വർണത്തിന്റെയും വെള്ളികളുടെയും പാത്രങ്ങൾ ആ ഹൗദിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവർക്ക് ലഭിക്കുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി പറയുകയാണ്, വമൻ ശരിബ മിൻഹു ലം യദ്മ ബഅദഹു അബദ, അതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നീട് അവൻ ഒരിക്കലും ദാഹമില്ല. മറ്റൊരു ഹദീസിൽ കാണാം, വലം യസ്വദ്ദ വജ്ഹുഹു അബദ, പിന്നീട് അവന്റെ മുഖം ഒരിക്കലും അത് കരിവാളിക്കുകയില്ല.
എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷവും വീണ്ടും വെള്ളം കുടിക്കുന്നുണ്ട്. അവർ തേനിന്റെയും പാലിന്റെയും അരുവികളിൽ പോയി വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? അവർക്ക് ദാഹമില്ല എന്നാണ്. പക്ഷെ അവർ വീണ്ടും സ്വർഗത്തിൽ പോയി വെള്ളം കുടിക്കുന്നുണ്ട്. അതെന്തിനാണ്? അത് ദാഹം തീർക്കാനല്ല. പണ്ഡിതന്മാർ പറയുന്നു ശുർബു അഹ്ലിൽ ജന്ന ലിത്തലദ്ദുദ്, അത് സ്വർഗത്തിലെ ആ അനുഭൂതികൾ അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അവിടുന്ന് പ്രത്യേകമായി പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹൗദിലേക്ക് യസ്ഖബു ഫീഹി മീസാബാനി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള 2 പാത്തികൾ ആ ഹൗദിലേക്ക് അതിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അവിടുന്ന് പറയുന്നു യഗുത്തു ഫീഹി മീസാബാനി യമുദ്ദാനിഹി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള 2 പാത്തികളിലൂടെ ശക്തമായി ആ ഹൗദിലേക്ക് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അഹദുഹുമാ മിനൽ ദഹബ്, അതിൽ ഒരു പാത്തി അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. വൽ ആഖറു മിൻ വരിഖ്, മറ്റേത് വെള്ളി കൊണ്ടുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്, അതിന്റെ വിശേഷണങ്ങൾ, അതിന്റെ രൂപമാണ് നാം കേട്ടതെല്ലാം. ഇനി ഈ ഹൗദിലേക്ക് ആദ്യമായി വെള്ളം കുടിക്കാൻ വരുന്നവരാരാണ്? റസൂലുള്ളാഹി പറയുന്നു അവ്വലുൻ നാസി വുറൂദൻ അലൈഹി ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളിൽപ്പെട്ട ദരിദ്രരായ ആളുകൾ, അവരാണ് ആദ്യമായി ആ ഹൗദിലേക്ക് വെള്ളം കുടിക്കാൻ വന്നെത്തുന്ന ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ് അവരുടെ ആ ദാരിദ്ര്യത്തെ അതിനൊന്നുകൂടി വിശദീകരിക്കുകയാണ്. അശ്ശുഉസു റൂസ, അവരുടെ തലമുടികൾ അത് ജട പിടിച്ചിട്ടുണ്ട്. തലമുടി വാരാനുള്ള, അതിൽ എണ്ണ തേക്കാനുള്ള അത്രയും കഴിവില്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെ അദ്ദുനുസു സിയാബ, വസ്ത്രങ്ങളൊക്കെ ചടി പിടിച്ചിട്ടുണ്ട്. അല്ലദീന ലാ യൻകിഹൂനൽ മുതനഇമാത്, അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളിൽ കഴിയുന്ന അത്തരത്തിലുള്ള വലിയ വലിയ കുടുംബങ്ങളിൽ കഴിയുന്ന സ്ത്രീകളെ അവർ വിവാഹം കഴിക്കുകയില്ല. അഥവാ അവർക്ക് അത്തരത്തിലുള്ള ആസ്വാദനങ്ങളോടൊന്നും താല്പര്യമില്ല. അവർ ദുനിയാവിനോട് സുഹൃത്തുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഈ ഹദീസിന് മറ്റൊരു റിവായത്തിൽ കാണാം ലാ യുൻകഹൂന അൽ മുതനഇമാത്, അഥവാ ഇത്തരത്തിൽ വലിയ വലിയ കുടുംബങ്ങളിൽ കഴിയുന്ന സുഖസൗകര്യങ്ങളിൽ കഴിയുന്ന സ്ത്രീകളെ അവർക്കാരും വിവാഹം ചെയ്തു കൊടുക്കാറില്ല. വലാ യുഫ്തഹു ലഹുമുസ് സുദുദ്, അവർക്ക് വാതിലുകൾ, അധികാരത്തിന്റെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടാറില്ല. അത്രയും ദരിദ്രരായിരുന്നു മുഹാജിറുകൾ എന്ന് പറയുന്ന ആളുകൾ. അവരാണ് റസൂലിന്റെ ഹൗദിലേക്ക് ആദ്യമായി വന്നെത്തുന്നവർ. അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ എത്ര തന്നെ ദരിദ്രരായാലും അള്ളാഹുവിന്റെ മുൻപിൽ നമ്മുടെ ഈമാനും സൽക്കർമ്മങ്ങളും ഒക്കെയാണ് അവിടെ പരിഗണിക്കപ്പെടുക എന്നുള്ള പാഠമാണ് ഹൗദിന്റെ ഈ ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കപ്പെടുന്ന മറ്റൊരു പാഠം. ഇനി ഹൗദിൽ നിന്ന് ചില വിഭാഗം ആളുകളെ ആട്ടിയകറ്റുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു യരിദു അലയ്യ യൗമൽ ഖിയാമത്തി റഹ്തും മിൻ അസ്ഹാബി, നാളെ ഖിയാമത്ത് നാളിൽ കുറച്ചാളുകൾ, എന്റെ സഹാബത്തിൽപ്പെട്ട കുറച്ചാളുകൾ അവരിങ്ങനെ എന്റെ ഹൗദിലേക്ക് വരുന്നതാണ്, ഹൗദിലേക്ക് വരുന്നതാണ്. ഫയുഹല്ലഊന ഹനിൽ ഹൗദ്, ആ സന്ദർഭത്തിൽ അവർ ഹൗദിൽ നിന്ന് അകറ്റപ്പെടും. അതല്ലെങ്കിൽ മലക്കുകൾ അവരെ തടയുന്നതാണ്, അവരെ ആട്ടി അകറ്റുന്നതാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു യാ റബ്ബി അസ്ഹാബി, എന്റെ റബ്ബേ അവരെന്റെ സഹാബത്താണ്. അല്ലാഹു പറയുകയാണ് ഫയഖൂലു ഇന്നക ലാ ഇൽമ ലക ബിമാ അഹ്ദസു ബഅദക്, നിന്റെ കാലശേഷം അവരെന്തൊക്കെയാണ് ദീനിലേക്ക് പുതുതായി ഉണ്ടാക്കിയതെന്ന് നിനക്കറിയുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, മുർത്തദ്ദുകളായി മരണപ്പെട്ടിട്ടുണ്ട്. അവരാണ് അതുകൊണ്ട് ഒന്നാമതായി അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ദീനിലേക്ക് ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിയ ആളുകൾ, അവരെയും നാളെ ഹൗദിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് അവർ ആട്ടി അകറ്റപ്പെടുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിൽ നിന്ന് 2 പാഠങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈബ് അറിയുകയില്ല, മരണ കാര്യം അറിയുകയില്ല. റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബത്ത് അവർ റസൂലിന്റെ മരണകാലശേഷം അവർ ദീനിലേക്ക് കടത്തിക്കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നില്ല. അവിടുന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം വലാ അഅലമുൽ ഗൈബ്, നബിയെ പറയുക ഞാൻ ഗൈബ് അറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, നബിയെ പറയുക ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരാരും തന്നെ ഗൈബ് അറിയുകയില്ല അല്ലാഹു അല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയുന്ന സംഭവമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ 2 പെൺകുട്ടികൾ, അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ, ചെറിയ മക്കൾ, അവർ ദഫ് മുട്ടിക്കൊണ്ട് പാട്ടുപാടുകയാണ്. നബിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയാണ് വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു ദഇ ഹാദിഹി, ഈ പറയപ്പെട്ട കാര്യം ഇത് നിങ്ങൾ ഒഴിവാക്കുക, അത് നിങ്ങൾ ഉപേക്ഷിക്കുക.
വഖൂലി ബില്ലദീ കുൻതി തഖൂലീൻ, നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ നല്ല വിശേഷണങ്ങൾ, നല്ല കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ പാടിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ദീനിലേക്ക് പുതുതായി ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നവർ, അത്തരത്തിലുള്ള ആളുകളും അവരും ഹൗദിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത്തബിഉ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, വലാ തബ്തദിഉ, നിങ്ങൾ ദീനിലേക്ക് പുതുതായി ഒന്നും ഉണ്ടാക്കരുത്, അത് വിശ്വാസമായിക്കൊള്ളട്ടെ കർമ്മമായിക്കൊള്ളട്ടെ, ഫഖദ് കുഫീതും, നിങ്ങൾക്ക് അത് മതിയായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് നിങ്ങൾക്ക് മതിയായതാണ് എന്നവിടുന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന, റസൂലിന്റെ മാർഗത്തെ അനുധാവനം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നാളെ ഹൗദിൽ നിന്ന് വെള്ളം ലഭിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തതായി പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമാണ് ഹൗദും അതുപോലെ തന്നെ കൗസറും. ഇത് രണ്ടും വേറെ വേറെ കാര്യമാണ്. ഹൗദ് എന്ന് പറയുന്നത് അത് ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദരവെന്ന നിലക്ക് അള്ളാഹു നൽകുന്ന കാര്യമാണ്, അള്ളാഹു അവിടെ നിശ്ചയിച്ച കാര്യമാണ്. എന്നാൽ കൗസർ എന്ന് പറയുന്നതോ, അൽ കൗസറു നഹ്റുൻ ഫിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലുള്ള ഒരു നദിയാണ്. നമ്മൾ പറഞ്ഞു ഹൗദ് എന്ന് പറഞ്ഞാൽ അത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ്. എന്നാൽ കൗസർ എന്ന് പറയുന്നതോ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. നെഹ്ർ എന്ന് പറഞ്ഞാൽ ഒഴുകുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? കൗസർ അത് വേറെയാണ്, ഹൗദ് അത് വേറെയാണ്. അതുപോലെ തന്നെ രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ സ്വർഗത്തിലുള്ള ഈ കൗസർ എന്ന് പറയുന്ന നദി, ആ നദിയിൽ നിന്ന് രണ്ട് പാത്തികൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും രണ്ട് പാത്തികൾ നബിയുടെ ഹൗദിലേക്ക് അതിൽ നിന്ന് വെള്ളം എത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹദീസുകൾ നാം മുമ്പ് വായിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹൗദിൽ നിന്ന് ചില ആളുകൾ ആട്ടിയകറ്റപ്പെടും. എന്നാൽ കൗസറിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുകയില്ല. കാരണം കൗസർ എവിടെയാണ്? അത് സ്വർഗത്തിലാണ്. ഇതും ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹൗദ് അത് വേറെയാണ്, കൗസർ വേറെയാണ്. പിന്നെ ഹൗദുൽ കൗസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹൗദിലേക്കുള്ള വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? കൗസർ എന്ന് പറയുന്ന സ്വർഗത്തിലെ നദിയിൽ നിന്നാണ് ഹൗദിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കൗസർ എന്ന് പറയുന്ന ആ നദിയുടെ വിശേഷണമായി ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവർ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഇന്നാ അഅതൈനാകൽ കൗസർ, അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, നഹ്റുൻ ഉഅതിയഹു നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ നദിയാണത്. ശാതിഉഹു അലൈഹി ദുർറുൻ മുജവ്വഫ് ആനിയതുഹു കഅദരിൻ നുജൂം. അവിടുന്ന് പറയുകയാണ്, ആ കൗസർ എന്ന് പറയുന്ന നദിയുടെ അതിന്റെ ഇരുവശങ്ങളിലും ഉൾഭാഗം പൊള്ളയായ ധാരാളം മുത്തുകൾ ഇങ്ങനെ വിതറിയിട്ടുണ്ടാകും. അതുപോലെ അതിലെ പാത്രങ്ങൾ അത് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അത്രയും എണ്ണമുണ്ടാകും. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ ആകാശത്തേക്ക് പോയ സന്ദർഭത്തിൽ അതൈതു അലാ നഹ്റിൻ, ഞാനൊരു പുഴയുടെ നദിയുടെ അരികിലെത്തി. ഹാഫതാഹു ഖിബാബുൽ ലുഅ്ലുഇ മുജവ്വഫൻ, അവിടുന്ന് പറയുകയാണ്, ആ നദിയുടെ ഇരുവശങ്ങളും ഉൾഭാഗം പൊള്ളയായ മുത്തുകൾ കൊണ്ടുള്ള കൂടാരങ്ങൾ പോലെ ധാരാളം മുത്തുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ള ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മാ ഹാദാ യാ ജിബ്രീൽ, ജിബ്രീലെ ഇതെന്താണ്, ഈ നദി എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹാദൽ കൗസർ, ഇതാണ് കൗസർ എന്ന് അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ കൗസറു നഹ്റുൻ ഫിൽ ജന്ന, കൗസർ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ഒരു നദിയാണ്. ഹാഫതാഹു മിൻ ദഹബിൻ, അതിന്റെ ഇരുവശങ്ങളും അതിന്റെ തീരങ്ങൾ അത് സ്വർണം കൊണ്ടുള്ളതാണ്. വമജ്റാഹു അലദ്ദുർരി വൽ യാഖൂത്ത്, അതിന്റെ ഒഴുക്ക് അത് മുത്തുകൾക്കും മാണിക്യങ്ങൾക്കും അതിന്റെ മുകളിലൂടെയാണ് അതിന്റെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തുർബത്തുഹു അത്യബു മിനൽ മിസ്, അതിന്റെ മണ്ണ് അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. വമാഉഹു അഹ്ലാ മിനൽ അസൽ, അതിലെ വെള്ളം അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. വഅബിയദു മിനൽ സൽജ്, മണ്ണിനേക്കാൾ വെളുത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ കൗസർ എന്ന് പറയുന്ന നദിയിൽ നിന്നാണ് ഹൗദിലേക്ക് വെള്ളം വന്നെത്തുന്നത്. ഇനി എപ്പോഴാണ് ഹൗദ് ഉണ്ടാവുക? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മീസാനിനും അഥവാ നമ്മുടെ കർമ്മങ്ങൾ തൂക്കുന്നതിനും അതുപോലെ തന്നെ സിറാത്തിനും മുൻപായിക്കൊണ്ട് ഹൗദ് അതിന്റെ മുൻപാണ് ഉണ്ടാവുക. കാരണം എല്ലാവരും ദാഹിച്ചു വലഞ്ഞ് അവർ മഹ്ശറിൽ നിൽക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിലാണ് ഹൗദ് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്നതോടുകൂടി അവർക്കുണ്ടാകുന്ന ആ കഠിനമായ ദാഹം അതവർക്ക് മാറിക്കിട്ടുന്നതാണ്. ഇനി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹൗള, എല്ലാ പ്രവാചകന്മാർക്കും ഹൗദുണ്ട്.
വഇന്നഹും യതബാഹൗന അയ്യുഹും അക്സറു വാരിദതൻ. ആ ഓരോ പ്രവാചകന്മാരും അവർ അഭിമാനം കൊള്ളുകയാണ് ആരുടെ ഹൗദിന്റെ അടുക്കലാണ് കൂടുതൽ ആളുകൾ വന്നെത്തുക എന്നുള്ളതിൽ. എന്നിട്ട് റസൂൽ പറയുന്നു, വഇന്നി അർജു അൻ അകൂന അക്സറഹും വാരിദതൻ. എന്റെ ഹൗദിലായിരിക്കണം കൂടുതൽ ആളുകൾ വന്നെത്തേണ്ടത് എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് ഈ ഹൗദ് അത് നമ്മൾ സ്ഥിരപ്പെടുത്തണം, അതിൽ വിശ്വസിക്കണം. എന്നാൽ ഈ ഹൗദിനെ നിഷേധിക്കുന്നവരാണ് മുഅ്തസില വിഭാഗക്കാർ, അതുപോലെ തന്നെ ഖവാരിജികളായ ആളുകൾ, അതുപോലെ പിഴച്ചുപോയ റാഫിദികൾ. അവർ ഹൗദുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഹൗദിന്റെ ഹദീസ് തെളിവ് നിർത്തിക്കൊണ്ട് അവർ എന്ത് പറയുന്നു? റസൂലിന്റെ സഹാബത്തെല്ലാം റസൂലിന്റെ മരണശേഷം അവർ മുർത്തദ്ദുകളായി പോയിട്ടുണ്ട്, കേവലം വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം. കാരണം ഹൗദിലേക്ക് വരുമ്പോൾ ചില ആളുകളെ ആട്ടിയകറ്റും. ഈ ഹദീസ് തെളിവ് നിർത്തിക്കൊണ്ടാണ് അവർ പറയുന്നത് റസൂലിന്റെ സഹാബത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവർ മുർത്തദ്ദുകളായിട്ടുണ്ട് എന്നുള്ള കാര്യം. അതൊരിക്കലും ശരിയല്ല. അതിന്റെ വിശദീകരണം നാം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അത് അമൽ ചെയ്യുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.